കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ്. അത് ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFEയുടെ പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFEയുടെ പദ്ധതിയാണ്. നമസ്കാരം. ആദ്യം നമുക്ക് ദേശാഭിമാനി വാർത്ത ഒന്ന് വായിക്കാം. തിരുവനന്തപുരം KSFEക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിച്ചു എന്ന രീതിയിൽ നടക്കുന്ന പ്രചാരണം വ്യാജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സോഷ്യൽ മീഡിയ വഴിയാണ് വ്യാപകമായ പ്രചരണം നടക്കുന്നത്. CMRDFിൽ നിന്നും KSFEക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ 81.43 കോടി രൂപ അനുവദിച്ചു എന്നതാണ് പ്രചരണം. തികച്ചും തെറ്റായ പ്രചരണമാണിതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രചാരണങ്ങൾ. കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ് അത്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81.43 കോടി രൂപ KSFEക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകി. എന്നാൽ ഈ തുകയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകിയതാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും വിശ്വസിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81.43 രൂപ KSFEക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. ഇതാണ് വസ്തുത. എന്നാൽ അഖിൽമാരാർ KSFE ആയിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് അവർ പറഞ്ഞു എന്നോട് ഇന്ന് കേൾക്കൂ. എന്റെ പേര് അഖിൽമാരാർ എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ KSFE വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുകയും ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി? അതായത് അല്ല, അതിന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത്. എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല. വിദ്യാശ്രീ പദ്ധതി വഴി KSFE കൊടുത്തത് ലാപ്ടോപ്പ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിഞ്ഞത് അല്ലേ? അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ 20,000 ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ? വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു, ഞാൻ 6,000 രൂപ അടച്ചു, 7,000 രൂപ അടച്ചു. അത് മാസം തോറും 500 രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീമായിരുന്നു. അത് 15,000 രൂപ അടച്ചാൽ മതി. അപ്പൊ സാറ് ഒരു ചെറിയ സംശയം, അപ്പം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFEക്ക് പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFEയുടെ പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFEയുടെ പദ്ധതിയാണ്. കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFEക്ക് നൽകിയ തുകയാണ്. സമ്മതിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി ഒന്നും ചെലവഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. KSFEക്ക് കൊടുത്തിട്ടുള്ള പണം KSFE ലാപ്ടോപ്പ് വാങ്ങാൻ കൊടുത്തോ? ഇല്ല. KSFEക്ക് അങ്ങനെ സർക്കാർ പൈസ കൊടുത്തിട്ടില്ല, അത് KSFEയുടെ പണമാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 81.43 കോടി രൂപ ആർക്ക് കൊടുത്തു? ഒന്നാമത്തത്. ഇനി KSFEക്ക് കൊടുത്തു എന്ന് തന്നെ കരുതുക, KSFE കൊണ്ട് സമ്മതിപ്പിച്ചു എന്ന് തന്നെ കരുതുക. ഏത് പദ്ധതിയിൽ നിന്ന് ഏത് വിഹിതത്തിൽ നിന്ന് സർക്കാർ കൊടുത്തു എന്ന് പറയുമ്പോൾ ഏതിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് എടുത്ത് കൊടുത്തതെന്നൊന്ന് പറയാമോ? അതെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ തീരുമല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തു കൊടുത്തു എന്ന് വാദിക്കുന്നതാണല്ലോ സോഷ്യൽ മീഡിയയിലെ പ്രശ്നം. അത് വേണ്ട, എവിടെ നിന്നാണ് കൊടുത്തത് എന്ന് മുഖ്യമന്ത്രി തന്നെ ഒന്ന് വ്യക്തമാക്കിയാൽ മതി. അതിനുള്ള രേഖയും കൂടെ കാണിച്ചാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളത്.